always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up that's a fact. Never looking back, I'ma keep myself on track. Keep my head up staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see ഇപ്പൊ ഞാനിരിക്കുന്ന ഈ ഒരു പാറയുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ചുറ്റും കാടാണ്. കാടെന്ന് പറയുമ്പോ ആടും നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹായ്, ഹലോ. ഹഗാൻ ബെഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എബിൻ. ഞാൻ മെറിൻ. ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട്ട് ഹിൽസിലേക്കാണ്. നമ്മുടെ ഈ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമുക്ക് ഈ കാഴ്ചകളിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് പുനലൂരിനടുത്തുള്ള അധികമാർക്കും അറിയാത്ത ഒരു ഹിൽ സ്റ്റേഷനാണ് അമ്പനാട് ഹിൽസ്. കഴുതുരുട്ടി എന്ന സ്ഥലത്ത് നിന്നും അകത്തേക്ക് ഏകദേശം 12 കിലോമീറ്റർ ആണ് അമ്പനാട് എസ്റ്റേറ്റിലേക്ക്. ഈ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ കൈത കൃഷികളും ഒക്കെ കാണാം. ആര്യങ്കാവ് പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി അമ്പനാടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഒന്നൊന്നര സ്ഥലമാണ്. തെക്കൻ കേരളത്തിന്റെ പതിവ് കാഴ്ചകളല്ലാത്ത മലനിരകളായി നീണ്ടുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് മരങ്ങളും പിന്നെ ജാതി, ഗ്രാമ്പു അങ്ങനെ നീണ്ടുപോകുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൃഷിയൊക്കെ കാണാനാണ് ഞങ്ങൾ ഈ കുന്നൊക്കെ കയറുന്നതെന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഊട്ടിയെയും കൊടൈക്കനാലിനെയും മൂന്നാറിനെയൊക്കെ വെല്ലുന്ന കാഴ്ചകളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ യാത്ര. ചുമ്മാ തള്ളിയതല്ല കേട്ടോ. നമ്മൾ മറ്റ് ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോയാൽ കാണുന്ന പോലെ ടൂറിസ്റ്റുകളുടെ തിക്കും തിരക്കും അല്ലെങ്കിൽ കുറെ ബിൽഡിങ്സും അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഇനി ഗൂഗിൾ മാപ്പ് നോക്കി പോകാന്ന് വിചാരിച്ചാലോ? അമ്പനാട് ഹിൽസിന്റെ 7 അയലത്ത് പോലുള്ള സ്ഥലമല്ല ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. സോ അത് നോക്കി പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. സോ അമ്പനാട് ഹിൽസിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് ഇവിടത്തേക്ക് പെർമിറ്റ് എടുക്കേണ്ടത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, സ്റ്റേയുടെ ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ എത്തിയ ഞങ്ങൾ ആദ്യം പോയത് തവളപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. ഈ ഒരു പാറയുടെ മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് അമ്പനാട് ഹിൽസിന്റെയും സറൗണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻസിന്റെയും ഒരു ഫുൾ ആയിട്ടുള്ള വ്യൂ ആസ്വദിക്കാം. അത് മാത്രല്ല ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനും ആണിത്. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay. ഈ ഒരു പ്രോപ്പർട്ടി നേരത്തെ ഹാരിസൺ മലയാളത്തിന്റെ കീഴിലായിരുന്നു. അപ്പോ ഇതിന്റെ ഓണറിന് ഹാരിസൺ മലയാളം ആ ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം ഈ ഷെയർ തിരിച്ചു ചോദിച്ചപ്പോഴാണ് അല്ലെ ഈ ഒരു പ്രോപ്പർട്ടി അപ്പൊ പുള്ളി അദ്ദേഹത്തിന്റെ ഷെയർ തിരിച്ചു ചോദിച്ചപ്പോൾ ഇതിലൊരു 3500 ഏക്കർ പുള്ളിക്ക് എഴുതി കൊടുത്തപ്പോ ഇപ്പൊ ആ പുള്ളിയുടെ പേരിലാണ് ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം. അത് മാത്രമല്ല, എനിക്ക് ശരിക്കും ഈ ഒരു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതായത് എൻ്റെ പപ്പയുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ, ഈ ഒരു എസ്റ്റേറ്റിൽ പണ്ട് അദ്ദേഹം ഇവിടുത്തെ ഒരു കങ്കാണിയായിരുന്നു. അത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത്. അപ്പൊ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴേ ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സ്ഥലത്തെ പറ്റി കേട്ടപ്പോഴാണ് അപ്പൊ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. കാരണം അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ഈ
പകർച്ചവ്യാധി പോലെ ഒരു ജ്വരം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പിടിപെടുകയും അന്നത്തെ കാലത്ത് അവരെ അങ്ങനെ പിടിപെടുന്ന ആൾക്കാരെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് അടക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ഇവിടെ വെച്ച് ആണ് മരണപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു കഥകളും ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത്. കാരണം ഞാൻ പല വീഡിയോസ് കണ്ടെങ്കിലും ഇത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ദിസ് ഇസ് ബിയോണ്ട് എക്സ്പെക്ടേഷൻസ്, അങ്ങനെ തന്നെ പറയാം. പിന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സൺറൈസ് ആൻഡ് സൺസെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഇവിടെ 2 പാറയാണുള്ളത്. ഈ പാറയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റിന്റെ ആണെങ്കിലും ഇതിന്റെ സറൗണ്ടിങ്ങിന്റെ ആണെങ്കിലും ഒരു ഫുൾ ആൻഡ് ഫുൾ വ്യൂ നമുക്ക് കിട്ടും. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ അസ്തമിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പാറയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാടാണ്. കാടെന്ന് പറയുമ്പോൾ ആനയും മാനും ഒക്കെ ഉള്ള കാടാണ്. ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, കാരണം അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അപ്പൊ അവിടെയാണ് ആനയും മാനും ഒക്കെ വെള്ളം കുടിക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും ഈ ടൂർ പോകുന്നതെന്ന് വെച്ചാല് ഈ എപ്പോഴും അറിയപ്പെടുന്ന മൂന്നാർ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഹിൽ ടോപ്പിലോട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനത്തെ റൂറലായിട്ടുള്ള ഏരിയയെ കുറിച്ച് അങ്ങനെ അധികം അറിയത്തില്ല. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ പ്രകൃതിയുടെ കറക്റ്റ് ഫീലിംഗ് ഇവിടെ വന്നാലേ അത് അറിയത്തുള്ളൂ. For the fakeness, if you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through, I never got anyone's help. I had to do it all myself. I don't ever slow up, no, I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take sh**. I got no love. ഇവിടെ എല്ലാം നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ അരുവികളാണ് മൊത്തം. നല്ല ഫ്രഷ് തണുപ്പ് വെള്ളമാണ് കേട്ടോ. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഈ എസ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യണം. അങ്ങനെ പെർമിഷൻ എടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവരിങ്ങോട്ടേക്ക് അലോ ചെയ്യൂ. ചിലപ്പോൾ ഈ അൺടച്ച്ഡ് ബ്യൂട്ടിയെ നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാവാം അധികം ടൂറിസ്റ്റുകളെ ഒന്നും ഇവരിങ്ങോട്ട് അലോ ചെയ്യാത്തത്. ഏകദേശം 100 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു ടീ കമ്പനിയും അവിടെ പണി ചെയ്യുന്ന പണിക്കാരുടെ താമസ സ്ഥലവും അവരുടെ ആരാധനാലയങ്ങളും ഇത്രയും അല്ലാതെ മറ്റൊരു കൺസ്ട്രക്ഷനും ഇവിടെ അനുവദിച്ചിട്ടില്ല. നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത് ഈ ബംഗ്ലാവിലാണ്. കൺസ്ട്രക്ഷൻ ഒരു ബ്രിട്ടീഷ് രീതിയിലാണ്. വലിയ ജനലുകളും അതുപോലെ കർട്ടൻസും ഒക്കെ ആയിട്ട് ഒരു ബ്രിട്ടീഷ് ബിൽഡിങ്ങിന്റെ രീതിയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡ്രോയിങ് റൂം ഉണ്ട്, കുറച്ച് ചെയർസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ ചുമ്മാ ഇരുന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയർസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഊണുമുറിയാണ്. ചെറിയൊരു ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു എസ്റ്റേറ്റിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2 ഫ്രിഡ്ജ് ഉണ്ട്. ഒന്ന് എനിക്കൊന്ന് അവരുടെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇവർ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വിസിറ്റേഴ്സിനായിട്ട് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവർ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. 2 ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ
അത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, പക്ഷെ ഇവിടെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. മൊത്തം 3 ബെഡ് ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു അലമാരി ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂമും നല്ല സൗകര്യമുള്ളതും നീറ്റ് ആൻഡ് ക്ലീനും ആയിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഒരു സന്ധ്യ സമയത്തുള്ള ഒരു വ്യൂ ആണ്. അപ്പം ഇവിടെ ലൈറ്റിൻ്റെ ഇച്ചിരി കുറവുണ്ടായതുകൊണ്ട് ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ക്ഷേത്രമാണ്. ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അതായത് ഇവിടുത്തെ തേയില കമ്പനിയിൽ ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ളവരാണ്. ഏകദേശം പണ്ടൊക്കെ 2000-ഓളം ആൾക്കാർ ജോലി ചെയ്തൊരു കമ്പനിയാണെന്ന്. പക്ഷെ ഇന്ന് ഏകദേശം 500-ഓളം ആൾക്കാർ മാത്രമേ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുള്ളൂ. അത് മൊത്തം തമിഴ് ആൾക്കാരാണ്. ഈ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് താമസിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. എല്ലാം ഒത്തിരി പഴയ കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന നിർമ്മിതികളാണ് ഇവിടെ മൊത്തം ഉള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ഒരുക്കി തന്ന ഒരു അടിപൊളി ഡിന്നറും കഴിച്ചാണ് നമ്മൾ ഡേ 1-ലെ യാത്ര അവസാനിപ്പിച്ചത്. എന്നാൽ ഡേ 1-നേക്കാൾ ഞങ്ങളെ കൂടുതൽ എക്സൈറ്റ് ചെയ്തത് ഡേ 2 ആയിരുന്നു. ഉൾക്കാട്ടിലൂടെയുള്ള യാത്രകളും ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും ഇവിടെയുള്ളവർ നമ്മളോട് കാണിച്ച സ്നേഹവും ഒക്കെയാണ് ഈ യാത്രയെ ഏറ്റവും മനോഹരമാക്കിയത്. തീർച്ചയായും ഒരു വീഡിയോ കൊണ്ട് ഇതൊന്നും പറഞ്ഞു തീർക്കാനാവില്ല. ഡേ 2-ലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി ഞങ്ങളെ അറിയിക്കുക. പേരെന്തുവാ? മെറ്റിൽഡ. അടിപൊളി പേര്.